ദീർഘനാളുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ മൊബൈൽ റീചാർജ് കൂപ്പണുകൾ അവൈലബിൾ ആയിരുന്നു. ഈ മൊബൈൽ റീചാർജ് കൂപ്പണുകൾ സ്ക്രാച്ച് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കിട്ടുന്ന നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഫോൺ റീചാർജ് ചെയ്യുമായിരുന്നു. നമുക്ക് പ്രീപെയ്ഡ് ആയിട്ടുള്ള കൂപ്പൺ സിസ്റ്റം ഉണ്ടായിരുന്നത്. അന്ന് സ്മാർട്ട് ഫോണുകൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ റീചാർജ് കൂപ്പണുകൾ സ്ക്രാച്ച് ചെയ്തിട്ടായിരുന്നു റീചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല, ഫോൺ പേ ഉണ്ടായിരുന്നില്ല, പേടിഎം ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂപ്പൺ ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും ഫോൺ ചാർജ് ചെയ്തിരുന്നത്. ഇപ്പോൾ പുതിയൊരു സംവിധാനം KSRTC കൊണ്ടുവന്നിരിക്കുകയാണ്. അതൊരു ട്രാവൽ കാർഡാണ്. അത് നമുക്കിഷ്ടമുള്ള എമൗണ്ടിന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർഡ് നമുക്ക് ബസ്സിൽ കാണിക്കാവുന്നതാണ്. കാണിച്ചു കഴിയുമ്പോൾ കണ്ടക്ടർ അത് ആ മെഷീൻ്റെ അകത്ത് ഇട്ട് കഴിയുമ്പോൾ നിലവിൽ നമ്മൾ എങ്ങോട്ടാണോ യാത്ര ചെയ്യുന്നത് ആ പൈസ അതിൻ്റെ അകത്തുനിന്ന് കുറയ്ക്കുന്നതാണ്. അപ്പോൾ ബാക്കി ബാലൻസ് നമുക്ക് ആ കാർഡിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ആ കാർഡിൻ്റെ അകത്തൊരു ചിപ്പുണ്ട്, ATM കാർഡ് പോലെയാണ്. അത് നമുക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും ചാർജ് ചെയ്യാം. അപ്പോൾ ഈ സംവിധാനം ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ മാത്രമേ ഉള്ളൂ. കാലക്രമേണ കേരളത്തിൽ 14 ജില്ലകളിലും അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതൊരു അടിപൊളി ആശയമാണ്. നമ്മളെപ്പോഴും ബസ്സിൽ കയറുമ്പോൾ പൈസ കൊടുക്കണ്ട, ചില്ലറ കൊടുക്കണ്ട. നമുക്കൊരു കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈസ അതിൻ്റെ അകത്തുനിന്ന് ഈടാക്കി കഴിഞ്ഞാൽ അത് അടിപൊളിയാണ്. മന്ത്രി ഗണേഷ് കുമാറിൻ്റെ കിടുകാച്ചി ഭരണപരിഷ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിരിക്കുന്നത്. കാലക്രമേണ സ്വകാര്യ ബസ്സുകളിലും ഇത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമുക്കങ്ങനെ ആ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമായല്ലോ. അത് ഒരു നല്ലൊരു ആശയമാണ്.